തിരുവനന്തപുരത്ത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഈ മണ്ഡലങ്ങളാണ് ബി.ജെ.പി വിജയിക്കുക എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ വരുന്ന നാലാമത്തെ മണ്ഡലമായ തിരുവനന്തപുരം മണ്ഡലത്തിലും ബി.ജെ.പിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. കരമന ജയൻ, ബി.ജെ.പിയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. CMP നേതാവ് CP ജോൺ, അദ്ദേഹമാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. 2001 MV രാഘവൻ CMP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം, ആ വെസ്റ്റ് മണ്ഡലത്തിന്റെ രൂപഭേദങ്ങൾ വരുത്തിയാണ് തിരുവനന്തപുരം മണ്ഡലമായി മാറിയത്. LDF സ്ഥാനാർത്ഥിയായിട്ട് സുധീർ കരമന, സിനിമാ താരം സുധീർ കരമനയാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി പിടിച്ചെടുക്കുന്നു. ആ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഹൃദയസ്ഥാനമാണ് തിരുവനന്തപുരം മണ്ഡലമുള്ളത്. ആ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ച്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളോട് ചർച്ച ചെയ്യുന്നത് നിലിൻ കൃപാകരൻ, മാധ്യമ പ്രവർത്തകനായ നിലിൻ കൃപാകരനാണ്. തിരുവനന്തപുരത്ത് ബി.ജെ.പി നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവിലൊക്കെ ജയിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പം തിരുവനന്തപുരവും, അതായത് തിരുവനന്തപുരം മണ്ഡലം, തിരുവനന്തപുരം സിറ്റി സെൻട്രൽ മണ്ഡലം, ആ മണ്ഡലവും കൂടെ ഇതിന്റെ ഒരു കൂട്ടത്തിലേക്ക് വരികയാണ്. നല്ല പ്രതീക്ഷയുണ്ട്. ഒന്നാമത് ആദ്യം തന്നെ CP ജോണിന്റെ സ്ഥാനാർത്ഥിത്വം നമുക്ക് അറിയായിരുന്നു. പക്ഷെ BJP-യും LDF സ്വതന്ത്രനായ സുധീർ കരമന, പിന്നെ കരമന ജയൻ, ഇവരുടെ പേര് കുറച്ച് കഴിഞ്ഞാണ് വന്നത്. പക്ഷെ അതിനുശേഷം ഒരു നല്ല പോരാട്ടത്തിലേക്കാണ് മണ്ഡലം പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത് BJP-ക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിച്ചപ്പോൾ നിർണായകമായുള്ള പല വാർഡുകൾ അവിടെ ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുള്ള ഒരു 9-10 വാർഡുകളിൽ BJP-ക്ക് വെന്നിക്കൊടി പാറിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീരമേഖലകളിലാണ് പാർട്ടിക്ക് കുറച്ചൊരു സ്വാധീനക്കുറവുള്ളത്. അതെ, വൻ ഭൂരിപക്ഷം. അപ്പൊ അതുകൊണ്ട് തന്നെ BJP-ക്ക് ഇത്തവണ ഒരു 8000 വോട്ടൊക്കെ അഡീഷണൽ ആയിട്ട് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു പക്ഷേ ഒരു ത്രികോണ മത്സരം വരികയാണെങ്കിൽ ജയിച്ചു കയറാൻ പറ്റും എന്നുള്ള ഒരു അനുമാനം അല്ലെങ്കിൽ അത് നിഗമനമുണ്ട്. കരമന ജയനാണ്, വളരെ ജനകീയനാണ്. അദ്ദേഹം സിറ്റി ജില്ലാ പ്രസിഡന്റ് ആണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിലെ. അദ്ദേഹം പാറശാലയിൽ പോയി 2016 33,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ബി.ജെ.പിയുടെ വിജയത്തിന്റെ ഒരു ശില്പി, അതായത് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പൊ മേയർ രാജേഷാണ് ഇപ്പൊ വളരെ ശ്രദ്ധ പറ്റി നിൽക്കുന്നത്. അതേസമയത്ത് അതിന്റെ പിറകിൽ പ്രവർത്തിച്ച സംഘാടകരിൽ ഒരാളാണ് അദ്ദേഹം. ബി.ജെ.പിയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് ആണ്, നാട്ടുകാരനാണ്. പിന്നെ നല്ലൊരു ഇപ്പം സമൂഹത്തിൽ നല്ലൊരു കവറേജ് ഇപ്പം പൊളിറ്റിക്കൽ മേഖലയിലൊക്കെ ആണെങ്കിലും, ഒന്ന് തിരുവനന്തപുരത്ത് ജയിച്ച ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും അല്ലാതെയും ഒക്കെ തന്നെ പൊതുരംഗത്ത് വളരെ സജീവമായ ആളാണ് കരമന ജയൻ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ്. CP ജോൺ ആണെങ്കിലും പൊതുവെ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി തീരെ ഇല്ലാത്തതുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറവ്. പാർട്ടി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രോഗ്രാം ഒക്കെ നടത്തുന്നു എന്നല്ലാതെ. CP ജോൺ അറിയപ്പെടുന്ന ഒരു ചിന്തകനാണ്. മാത്രമല്ല അന്ന് മുതലേ, അതായത് അദ്ദേഹത്തെ സീതാറാം യെച്ചൂരിയുടെ ഒക്കെ ഒപ്പം ഉണ്ടായിരുന്ന, ഒരുപക്ഷെ യെച്ചൂരി CP ജോണാണ് പ്രസിഡന്റ് ആവുമെങ്കിൽ യെച്ചൂരി ചിലപ്പോൾ ഇത്ര രീതിയിലേക്ക് വരില്ലായിരുന്നു. അപ്പൊ ആ രീതിയിൽ എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ആയിരുന്നു CP ജോൺ. പിന്നെ അറിയപ്പെടുന്ന ഒരു ബുദ്ധിജീവിയാണ് പാർട്ടിയുടെ. EMS കഴിഞ്ഞാൽ പിന്നെ ആ തരത്തിൽ AKG സെന്ററിലെ സെമിനാറുകളിലൊക്കെ പ്രബന്ധമൊക്കെ അവതരിപ്പിക്കുന്ന ജോണായിരുന്നു. അതേസമയത്ത് സുധീർ കരമന എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ എന്ന നിലയിലല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ വലിയൊരു പഴയ SFI-കാരനായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SP ദീപകിന് വേണ്ടി പേട്ട മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഇമേജ് ഇല്ല മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഈ രണ്ട് എക്സ്ട്രീമാണ്. ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ ആണ്, മറുഭാഗത്ത് ഹിന്ദു കൺസോൾട്ടേഷൻ ആണ്. ഇപ്പം ഈ മേഖലയിൽ BJP, അതായത് വഴുതക്കാട്, തൈക്കാട്, ശ്രീകണ്ഠേശ്വരം ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരു ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ, BJPക്ക് നല്ലൊരു കിട്ടുകയാണെങ്കിൽ അത് മാറുമെന്നുള്ളതിന് ഉറപ്പാണ്. നഗരഹൃദയത്തിലെ ആ ഒരു മേഖലയിൽ പരമാവധി ഭൂരിപക്ഷം BJPക്ക് നേടാൻ സാധിക്കുന്നു. അതിനുപരിയായിട്ട് ഈ തീരമേഖല, വിഴിഞ്ഞം മുതൽ ഇപ്പൊ പൂന്തുറ, വലിയതുറ, പിന്നെ ഭീമാപ്പള്ളി വരുന്ന പ്രദേശം, ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖല, അവിടെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയ. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വന്നിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളൊക്കെ ഒരുപാട് പേർ മത്സരിച്ചിരുന്നു. എന്നിട്ട് അത്യാവശ്യം വോട്ട് പിടിച്ചിട്ടുണ്ട്. അതായത് പണ്ട് വോട്ട് ലഭിക്കാത്ത സ്ഥലമായിരുന്നു, അവിടെ 200-300 വോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. BJP തീരമേഖലയിലും ഇപ്പൊ നിർണായക സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പലയിടങ്ങളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിച്ചിരുന്നു. അവർ ജയിച്ചില്ലെങ്കിൽ പോലും വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ BJPക്ക് സ്വീകാര്യത വന്നിട്ടുണ്ട് തീരമേഖലയിൽ ഉൾപ്പെടെ. പഴയ സിറ്റുവേഷൻ അപ്രോച്ച് അവർക്കില്ല. BJP ശരിയാക്കി കളയണമെന്നുള്ളൊരു
ഒരിക്കലില്ല. അത് മാത്രമല്ല കരമന ജയൻ തന്നെ പ്രചരണ രംഗത്ത് നിൽക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, BJP ഒരിക്കലും ഈ നഗരഹൃദയത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ല, അത് പണ്ടത്തെ കാര്യം. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, പാർട്ടിക്ക് നിർണായക സ്വാധീനമുണ്ട്. അത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ, ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹം നല്ല മുന്നേറ്റം തീരപ്രദേശത്ത് മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. ലീഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ 2ാം സ്ഥാനത്ത് വന്നു. 4000 വോട്ടിന്റെ ലീഡ് ശശി തരൂരിന് ലഭിച്ചെങ്കിൽ പോലും 43,000 വോട്ട് നേടാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ സാധിച്ചിട്ടുണ്ട്. BJPക്ക് എത്തിക്കാൻ പറ്റും. BJPക്ക് 35,000 വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. കഴിഞ്ഞ തവണ ജി കൃഷ്ണകുമാർ അദ്ദേഹം 35,000 അടുത്ത് വോട്ട് പിടിച്ചു, 34,000 ചില്ലാൻ. അതിനു മുമ്പ് ശ്രീശാന്ത് ആയിരുന്നു, 2 സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളായിരുന്നു. അന്ന് 34,000 തന്നെ വോട്ട്. രണ്ടുപേരും 27-28% വോട്ട് പിടിച്ചിട്ടുണ്ട്. ഒരേ നിലവാരത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകത, തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിൽ പുറത്തായിരുന്നു വോട്ടർമാരുണ്ടായിരുന്നത്. അതിൽ ഏതാണ്ട് ഒരു 34,000 പേരാണ് പുതിയ SIRനകത്ത് അവർ ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ അതിൽ പലരും ചിലപ്പം ഗവൺമെന്റ് ജീവനക്കാരായിരിക്കും. അപ്പൊ ഒരു വീട് താമസിച്ചു, പിന്നെ അവർ ട്രാൻസ്ഫർ ആയി പോയി. അപ്പൊ അവര് പിന്നെ അടുത്ത ആൾ അവിടെ വരുന്നു, അവരും ട്രാൻസ്ഫർ ആയി പോയി, അടുത്ത ആൾ വരുന്നു. അങ്ങനെയായിരിക്കും ഇത്രയധികം വന്നത്. പക്ഷെ അതൊക്കെ കൂടുതലും ചിലപ്പം LDF വോട്ടൊക്കെ ആവാനാണ് സാധ്യത. പറയാൻ പറ്റത്തില്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവുമായിരിക്കാം. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു BJPക്ക് ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട്. ഇപ്പൊ സുധീർ കരമനയെ CPM നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആന്റണി രാജുവിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആ മണ്ഡലത്തിൽ പറയത്തക്ക ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് VS ശിവകുമാറിൽ നിന്നാണ് മണ്ഡലം അട്ടിമറി വിജയം 2021 ആന്റണി രാജു നേടിയത്. 47,000-ലധികം വോട്ട് നേടി. 48,000 ശിവകുമാർ ജയിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ടും UDFനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ UDFന് തന്നെയായിരിക്കും ഒരു മേൽക്കൈ. CP ജോണിന് ആ വോട്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് കുറെ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിരുന്നു. ആ വോട്ട് ഇത്തവണ സുധീർ കരമനയ്ക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു 3ാം സ്ഥാനത്തേക്ക് സുധീർ കരമന പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മത്സരം പ്രധാനമായിട്ടും കരമന ജയനും CP ജോണും തമ്മിലാണ് സാധ്യത. ഈ സുധീർ കരമനെ നിർത്തിയത് തന്നെ ശരിക്കും ഹിന്ദു നായർ വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ്. പക്ഷെ അത് എഫക്റ്റീവ് ആവും തോന്നുന്നില്ല. കാരണം കരമന ജയൻ തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത. നിലവിലെ സാധ്യത നഗരപ്രദേശങ്ങൾ BJP അത്രയും സെറ്റ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ ഈ തീരമേഖലയിലെ വോട്ടും CPMന് മലപ്പുറം ജില്ലയിലൊക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ സംഭവിച്ചതാണ് ഇപ്പം തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്. കാരണം ഒരു ആന്റണി രാജുവിനെ കൊണ്ടാണ് അവർക്ക് കുറെ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയത്. പക്ഷേ ഈ മലപ്പുറത്തൊക്കെ മുസ്ലിം വോട്ട് കിട്ടി, അതങ്ങനെ തന്നെ പോയി, തിരിച്ചുപോയി. കാരണം കഴിഞ്ഞ ഒരു 2016 തെരഞ്ഞെടുപ്പിലാണെങ്കിലും 2021 തെരഞ്ഞെടുപ്പിലാണെങ്കിലും മലപ്പുറത്ത് വൻതോതിൽ മുസ്ലിം വോട്ട് സമാഹരിക്കാൻ LDFന് കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടാണ് ആന്റണി രാജു. പക്ഷെ ഇനി അത് കിട്ടാൻ പോകുന്നില്ല. കാരണം ഏതാണ്ട് അവരെല്ലാം CP ജോണിന്, കാരണം CP ജോണിന്റെ പേര് തന്നെ അവർക്ക് താല്പര്യമുള്ള കേസാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ മൈനോറിറ്റി വോട്ടുകളൊക്കെ വലിയ തോതിൽ CP ജോണിലേക്ക് ഒഴുകാനുള്ള സാധ്യത കുറച്ചൊക്കെ BJPക്ക് കിട്ടും, കുറച്ച് LDFന് കിട്ടും. പക്ഷേ ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ള BJPക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിലെ വോട്ടിംഗ് കൂടുകയും, കാരണം പലപ്പോഴും ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ പൊതുവെ ഇലക്ഷനൊന്നും പങ്കെടുക്കാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ BJP അനുഭാവികളായിരിക്കാം. അവരെയൊക്കെ വോട്ട് പോളിംഗ് ബൂത്തിൽ എത്തിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വലിയൊരു ശ്രമം നടത്തുകയാണെങ്കിൽ അതെ, നല്ല വർക്ക് വേണം. അതിനനുസരിച്ചുള്ള സമയം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഊർജിതമായുള്ള ഒരു ക്യാമ്പയിനിങ്ങിലേക്ക് പോകാൻ കരമന ജയന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലോക്സഭയിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കില്ല നിയമസഭയില്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ഈ രാജീവ് ചന്ദ്രശേഖർ അന്ന് ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കാം. ഒന്നാമത് കരമന സുധീർ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് അല്ല എന്നുള്ള ഒരു പെർസെപ്ഷൻ പൊതുവേ ഉണ്ട്. അപ്പം കുറച്ച് ഹിന്ദു വോട്ടുകൾ കരമന ജയന്, ഈ CPMന്റെ കേഡർ വോട്ടല്ല, അല്ലാത്ത ഒരു CPM ഇടത് അനുഭാവികളായുള്ള കുറച്ച് ആളുകളുടെ വ്യക്തിബന്ധത്തിന്റെ പുറത്തൊക്കെ ഇങ്ങോട്ട് മറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ മത്സരം ശരിക്കും ഒരു സ്ട്രോങ് ഒരു വിക്കറ്റിലേക്ക് പോകും. മുസ്ലിം മൈനോറിറ്റി വോട്ടും നന്നായിട്ടുണ്ട്. ഭീമാപ്പള്ളിയൊക്കെ പെടുന്നത്, വള്ളക്കടവ് മുഹമ്മദ് ഖണ്ണ് മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെ ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചതാണ്. അപ്പം അതേപോലെ ഹസൻ കോൺഗ്രസ് നേതാവ് ഹസൻ ജയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് മുസ്ലിം വോട്ടിനെ ആകർഷിക്കാൻ CPMന് കഴിയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചാൻസ് BJPക്ക് കൂടുകയാണ് ചെയ്യുക. മൈനോറിറ്റി വോട്ട് ബ്ലോക്ക് ആയിട്ട് UDFലേക്ക് പോവുകയാണെങ്കിൽ വിജയസാധ്യത കുറവാണ്. UDFനായിരിക്കും വിജയസാധ്യത ഉണ്ടാവുക. അതേസമയത്ത് BJPക്ക് മറ്റ് പ്രദേശങ്ങളിൽ, അതായത് തിരുവനന്തപുരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ, നഗരഹൃദയങ്ങളിലൊക്കെ നന്നായിട്ട് വോട്ട് സമാഹരിക്കാൻ കഴിയുകയാണെങ്കിൽ
ഒരു മത്സരം കാഴ്ചവെക്കാനും വേണമെങ്കിൽ ജയിക്കാനും പറ്റും. നല്ല ജനകീയരായുള്ള ഒരുപാട് കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും BJPക്ക് അനുകൂലമായ ഒരു ഘടകം ഇപ്പം കോർപ്പറേഷൻ ഭരണം പിടിച്ചു. നല്ല ഇമേജ് ആണ് കോർപ്പറേഷനെ കുറിച്ച്. മാത്രമല്ല BJPക്ക് ജയിക്കാൻ കഴിയും എന്നൊരു തോന്നൽ വരുമ്പോഴാണ് ആളുകൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ കോർപ്പറേഷൻ പരിധിയിൽ ആ ഒരു മൊമെന്റം ഇപ്പോഴും നിൽക്കുന്നുണ്ട് BJPക്ക് അനുകൂലമായിട്ട്. അതായത് BJPക്ക് വിജയിക്കാൻ സാധിക്കും. പഴയ BJPയിൽ അത് മാത്രമല്ല CPM-നെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട്. അതിപ്പം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെ. കാരണം തലസ്ഥാനമാണല്ലോ. അപ്പം അത് ഒരു ഘടകമായി മാറും. കാരണം ജനങ്ങൾ ഒരു മാറി ചിന്തിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ UDF-ലേക്ക് മാത്രം വോട്ട് പോകില്ല. തിരുവനന്തപുരം ജില്ലയിലെങ്കിലും അപ്പൊ അതൊരു ഫാക്ടർ ആയിട്ട് വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു 5-6% അധികം വോട്ട് BJP പിടിക്കണം. ഒരു 33-34% വോട്ട് പിടിച്ചാൽ മാത്രമേ ജയിക്കാനുള്ള സാധ്യത. പക്ഷെ അതൊരു അച്ചീവബിൾ ആണ്, വേണമെങ്കിൽ സാധ്യമാണ്. കേരളത്തിലെ അതായത് വലിയ അവരുടെ A ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ ക്ലാസ്സുകളല്ല, ഏറ്റവും സാധ്യതയുള്ള മണ്ഡലത്തിൽ പെടാത്ത മണ്ഡലങ്ങളിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ? കാരണം ആദ്യത്തെ ഒരു BJPയുടെ 10-12 മണ്ഡലത്തിൽ വരുന്നതല്ല തിരുവനന്തപുരം. കാരണം തിരുവനന്തപുരത്തെ കുറിച്ച് പറയാൻ തീരപ്രദേശം കുറച്ചുണ്ടായിരുന്നു. നേമം ജയിക്കും, കഴക്കൂട്ടം ജയിക്കും, വട്ടിയൂർക്കാവ് ജയിക്കും എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം മണ്ഡലം ജയിക്കും. കാട്ടാക്കട കഴിഞ്ഞിട്ടാണ് സാധ്യതയിൽ വരാറ്. അപ്പൊ അതൊരു ഘടകമാണ്. പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ കരമന ജയൻ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് 2 തവണ മറ്റോ അയാള് പാറശാലയിൽ 2 തവണ പാറശാലയിൽ പോയി. 2016-ലും 2021-ലും മത്സരിച്ചിട്ട് 16 നല്ല പ്രകടനമായിരുന്നു. 33,000-ലധികം വോട്ട് പാറശാല പോലത്തെ ഒരു മണ്ഡലത്തിൽ പോയിട്ട് നേടിയിട്ടുണ്ട്. 2021-ലും 30,000-ത്തിനടുത്ത് വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4-ാം തീയതി വരുന്നതോടുകൂടി, കാരണം ഈ തിരുവനന്തപുരം മണ്ഡലത്തിലും സ്വിംഗ് വോട്ടേഴ്സിന്റെ ഒക്കെ ഒരു നേമം മണ്ഡലത്തിന്റെ ഇടയിലുള്ള സ്ഥലത്താണ് ഈ അദ്ദേഹത്തിന്റെ പള്ളിപ്പാലം മുതൽ കരമന വരെ എന്നാണ് റോഡ് ഷോ. അപ്പൊ അതൊക്കെ വരുന്നതോടുകൂടി അന്തരീക്ഷം സ്ട്രോങ് ആവും. അവസാന നിമിഷം കുറെ മാറ്റങ്ങളുണ്ടാവും. പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്ന അവസാന നിമിഷം കുറെ വോട്ടുകൾ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. അത് എവിടെയാണെങ്കിലും ഈ ഡൗട്ടായിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ BJP പാളയത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അപ്പൊ എല്ലാവരും മഞ്ചേശ്വരം, പാലക്കാട്, നേമം, കഴക്കൂട്ടം എന്നൊക്കെ പറയുന്ന സമയത്ത് കരമന ജയൻ ഇതാ തിരുവനന്തപുരത്തിന്റെ നഗരഹൃദയം BJPക്ക് പിടിച്ചു കൊടുക്കും അല്ലെ? അത് ഓവർ ഫോക്കസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടാക്ടിക്കൽ ആയിട്ടുള്ള ടാക്ടിക്കൽ വോട്ടിങ്ങിന്റെ ഒരു സാധ്യത കുറവാണ്. സാധാരണഗതിയിൽ അത് പോൾ ചെയ്യപ്പെടേണ്ട വോട്ട് തന്നെയാണ്. BJPക്ക് കിട്ടേണ്ട വോട്ട് കിട്ടും. എന്നാൽ BJPക്ക് അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ വോട്ട് പിടിക്കണം. അവിടെ മാക്സിമം വോട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ BJP പിടിക്കുകയാണെങ്കിൽ. പിന്നെ മറ്റൊരു കാര്യം, 2011-ലും 2016-ലും ഇവിടുന്ന് ജയിച്ച VS ശിവകുമാർ പിടിച്ച കുറെ വോട്ടുകൾ സ്വാഭാവികമായിട്ടും കരമന ജയന് കിട്ടും. കാരണം BJPക്ക് കിട്ടാമായിരുന്ന കുറെ വോട്ടുകളാണ് VS ശിവകുമാർ. അതൊരു കറക്റ്റായ കാര്യം. കാരണം ശിവകുമാറിന്റെ ഒരു പ്രസൻസ് പലപ്പോഴും ഈ ഹിന്ദു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വലിയ വിഭാഗം വോട്ടിനെ ആകർഷിക്കാൻ സാധിക്കായിരുന്നു. അപ്പൊ ഇത്തവണ അതില്ല. CP ജോൺ ആണ് നിൽക്കുന്നത്. കരമന സുധീർ ആണെങ്കിലും ആ ഒരു കപ്പാസിറ്റി ഉള്ള ആളല്ല. മുമ്പ് സുരേന്ദ്രൻ പിള്ളയൊക്കെ മത്സരിച്ച് അങ്ങനെയുള്ള ഒരു ഇത്തരം അടിയൊഴുക്കുകൾ കൂടി വരുമ്പോഴാണ് ഒരു ഫൈനൽ പിക്ചർ വരിക. ഇപ്പൊ ജോണിനെ ഒരിക്കലും നമുക്കൊരു ക്രിസ്ത്യാനിയായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ പോലും ക്രിസ്ത്യാനിയായിട്ടാണ് കാണുക. ഹിന്ദു വോട്ടർമാരെ ക്രിസ്ത്യാനിയായിട്ടായിരിക്കും കാണുക. നമ്മളിപ്പം രാഷ്ട്രീയത്തിൽ അങ്ങനെ ജാതി നോക്കൂല, മതം നോക്കാൻ പാടില്ലെങ്കിലും ഇപ്പൊ ഏതാണ്ട് അങ്ങനെയൊക്കെയാണ് പല കേരളത്തിലെ സാഹചര്യം അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോണിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുകയാണെങ്കിൽ മന്ത്രിയായിരിക്കും. അതൊരു പ്രചരണം നടക്കുന്നുണ്ട്. UDF വരാനുള്ള സാധ്യതയാണ് ഇപ്പൊ പൊതുവെ UDF-ന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രചരണം പല മണ്ഡലങ്ങളിലുണ്ട്. ഇപ്പം K മുരളീധരൻ ജയിക്കുകയാണ്, മന്ത്രിയാണ്. ഇപ്പം എത്ര പേർക്ക് മന്ത്രിയാവാൻ പറ്റില്ല വേറെ കോൺഗ്രസിലല്ലേ, അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ജോണിനോട് പലർക്കും ഒരു സഹതാപമുണ്ട്. കാരണം കുറെ വർഷമായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടായി വലിയ കാര്യമായ അദ്ദേഹം അർഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. 2011-ൽ അദ്ദേഹം കുന്നംകുളത്ത് നേരിയ വോട്ടിനാണ് തോറ്റത്. 2011-ൽ അന്ന് ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മന്ത്രിയായിരുന്നു. പക്ഷെ കരമന ജയനെ സംബന്ധിച്ചിടത്തോളം കരമന ജയൻ ഒരു തിരുവനന്തപുരത്തിന്റെ പുത്രനാണ്. ശരിക്കും ഒരു ഫീൽഡിൽ കളിച്ച് വളർന്ന നാട്ടുകാരുടെ അല്ലെ എന്താ പറയുന്ന ഈ മണ്ഡലത്തിൽ തന്നെയാണ് പുള്ളിയുടെ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിരുന്നത്. കരമന എന്ന് പറഞ്ഞാൽ തന്നെ തൊട്ടടുത്ത് നിയമമണ്ഡലാണെങ്കിൽ സാധാരണക്കാരൻ, ബുദ്ധിജീവിയോ സിനിമാക്കാരനോ അല്ല, ഒരു സാധാരണക്കാരൻ. തിരുവനന്തപുരം അണ്ണൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള അപ്പൊ പലർക്കും അതൊരു BJP നേതൃത്വത്തിന് കരമന ജയിക്കുമെന്നൊരു വിശ്വാസം ഇതുവരെ വന്നില്ല. പക്ഷെ അണികൾക്ക് അദ്ദേഹം ജയിക്കുമെന്നൊരു കാഴ്ചപ്പാടാണുള്ളത്. ഏതായാലും കരമന ജയിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ജോൺ ജയിക്കും. ഏതായാലും സുധീർ കരമന ഏതായാലും വളരെ പിറകിലായിരിക്കും.